ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഇത്തിരി വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് ഒരു കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഒരു കോഴിമുട്ട വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6-7 പീസൊക്കെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഫ്രൈ ചെയ്തൊരു ബിസ്ക്കറ്റ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈവനിങ് ആയിട്ട് ഒരു മുട്ടയും അമൃതപ്പൊടിയും മാത്രം മതി. പിന്നെ നമ്മുടെ മുട്ടയുടെ പച്ചച്ചവ മാറാൻ വേണ്ടി മാത്രം നമ്മളൊരു ഇത്തിരി വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ആദ്യം തന്നെ ഒരുപാട് ഇട്ടിട്ട് മിക്സ് ആക്കണ്ട. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊരു ബോൾസ് ആക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ബാറ്റർ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ അമൃതപ്പൊടി വെച്ചിട്ടൊരു ലഡുവിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഇപ്പോഴും നമ്മുടെ ബാറ്ററി ലൂസാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി അമൃതപ്പൊടി ഞാനിതുപോലെ 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള അമൃതപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു ഇത്തിരി നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കയ്യിൽ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ചെറിയൊരു ഇതിൽ പരത്തിയെടുക്കുക. ഒരുപാട് വലുപ്പത്തിൽ പരത്തണമെങ്കിൽ പരത്താം കേട്ടോ. ഇനി നമ്മുടെ ഓയിൽ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചിടണം. അമൃതപ്പൊടിക്ക് നല്ല വേവ് ഉണ്ടല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ നമ്മൾ പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അതല്ല, ഇതിൽ സ്വീറ്റ്നെസ് കുറവായിരിക്കും. നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കാൻ വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയ ശേഷം ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. ഒരു സൈഡ് വെന്തതും മറിച്ചിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ. ബൈ.